റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. വാടകക്കാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നതും അകാരണമായി അവരെ പുറത്താക്കുന്നത് തടയുന്നതിനും ബിൽ വരെ രൂപീകരിക്കപ്പെടുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി തന്നെ വിളവ് തിന്നുന്ന വേലിയായി മാറി. സ്വന്തം വീട്ടിൽ താമസിച്ച 4 വാടകക്കാരെ തെരുവിലിറക്കി 700 പൗണ്ട് വാടക വർദ്ധിപ്പിച്ച ലേബറിന്റെ ഭവനരഹിതർക്കുള്ള വകുപ്പ് മന്ത്രി റുഷ്നാര അലി പുറത്തായി. വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവർ തരുന്ന വാടക പോരെന്ന തോന്നലിൽ ഇവരെ പുറത്താക്കി നിരക്ക് കൂട്ടുന്നത് പതിവ് കാഴ്ചയാണ്. ഇതിനെ തടയിടാനായി നിയമം നടപ്പാക്കാൻ ഒരുങ്ങുന്ന ഗവൺമെന്റിൽ മന്ത്രിപദം വഹിക്കുന്ന ഒരാൾ തന്നെ ഇത് ചെയ്താൽ എന്താവും അവസ്ഥ എന്താണ് ചോദ്യം. ഭവനരഹിതർക്കുള്ള വകുപ്പ് മന്ത്രിയാണ് ഈ ഇരട്ടത്താപ്പ് പ്രകടമാക്കിയത് എന്നാണ് ഏറെ കൗതുകകരവും. എന്നാൽ സംഗതി പുറത്തറിഞ്ഞ് വിവാദമായതോടെ മന്ത്രി രാജിവെച്ചു. തന്റെ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വാടകക്കാരെയാണ് റോഷ്നാര അലി പുറത്താക്കിയത്. ഇതിന് ശേഷം വാടക പ്രതിമാസം 700 പൗണ്ട് വെച്ച് കൂട്ടുകയും ചെയ്തു. സംഭവം വിവാദമായതോടെ ഗവൺമെന്റിൽ നിന്നും രാജിവയ്ക്കുകയാണെന്ന് അലി അറിയിക്കുകയായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിക്ക് നൽകിയ രാജിക്കത്തിൽ ഖേദപ്രകടനം പോലും നടത്തിയില്ല. എല്ലാ നിയമങ്ങളും പാലിച്ചാണ് താൻ പ്രവർത്തിച്ചതെന്നും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് രാജിയെന്നും റോഷ്നാര അലി കത്തിൽ കുറിച്ചു. മുൻപ് താമസിച്ചിരുന്ന വാടകക്കാരെ ഒഴിപ്പിച്ച ശേഷം മന്ത്രി തന്റെ വീടുകളുടെ വാടക 100 കണക്കിന് പൗണ്ട് കൂട്ടിയെന്ന വാർത്ത പുറത്തുവന്നതോടെയായിരുന്നു രാജിയിൽ കലാശിച്ചത്. വാടക നിരക്ക് മൂലം വിഷമിക്കുന്ന വാടകക്കാർക്ക് വേണ്ടി സ്ഥിരം ശബ്ദിക്കുന്ന ആളായിരുന്നു 50-കാരി അലിയെന്നതാണ് മറ്റൊരു വസ്തുത. പ്രൈവറ്റ് റെന്റേഴ്സിനെ ചൂഷണം ചെയ്യുന്നുവെന്ന് പരാതിപ്പെട്ടിരുന്ന ഇവർ തന്നെ സ്വയം ഇത് ചെയ്തുവെന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു സംഗതിയും. UK സമ്പദ് വ്യവസ്ഥയുടെ മോശം പ്രകടനവും ഉയർന്ന പണപ്പെരുപ്പവും നിലനിൽക്കെ പ്രതിസന്ധി മറികടക്കാൻ അവസാന അടവുമായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് 2 വർഷത്തെ താഴ്ന്ന നിരക്കായ 4% പലിശ നിരക്ക് താഴ്ത്തിയിരിക്കുന്നത്. കടമെടുപ്പ് ചെലവുകൾ കുറയ്ക്കാൻ സഹായിക്കുന്ന നടപടി മോർഗേജുകാർക്ക് ചെറിയൊരു ആശ്വാസം നൽകും. 4.25% നിന്നുമാണ് 5ാമത്തെ നിരക്ക് കുറയ്ക്കലിന് കേന്ദ്ര ബാങ്ക് തയ്യാറായത്. നടപടി മോർഗേജുകാർക്ക് ചെറിയൊരു ആശ്വാസം നൽകും. 2 റൗണ്ട് വോട്ടെടുത്ത ശേഷമാണ് 5.4 പലിശ കുറയ്ക്കാൻ മോണിറ്ററി പോളിസി കമ്മിറ്റി തീരുമാനിച്ചത്. സമ്പദ് വ്യവസ്ഥ കൈവിട്ട് നിൽക്കുകയും പണപ്പെരുപ്പം കുതിക്കുകയും ചെയ്യുമ്പോൾ പലിശ നിരക്ക് കുറയ്ക്കുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പലിശ നിരക്ക് കുറയ്ക്കാൻ 2 തവണ വോട്ട് ചെയ്യേണ്ടി വന്നത് അസാധാരണ സംഭവമായി. അതിൽ നിന്ന് തന്നെ രാജ്യം നേരിടുന്ന അനിശ്ചിതാവസ്ഥ വ്യക്തമാണ്. പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ ഉയരുന്ന വിലക്കയറ്റമാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. എന്നിരുന്നാലും നിരക്ക് താഴ്ന്നത് തുടരുമെന്നാണ് ബാങ്ക് ഗവർണർ പ്രതികരിക്കുന്നത്. പണപ്പെരുപ്പം സെപ്റ്റംബറിൽ 4% എത്തുമെന്നാണ് ബാങ്കിന്റെ മോണിറ്ററി പോളിസി റിപ്പോർട്ട് പറയുന്നത്. ബാങ്ക് ലക്ഷ്യമിടുന്ന നിരക്കിന് ഇരട്ടിയാണിത്. സമ്പദ് വ്യവസ്ഥ വളർച്ച കൈവരിക്കാൻ ബുദ്ധിമുട്ടുകയും തൊഴിൽ വിപണി ആശങ്കയിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് നേരിയ വ്യത്യാസത്തിൽ പലിശ കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചത്. ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപായി മറ്റൊരു 0.25% കുറവ് കൂടി പ്രാബല്യത്തിൽ വരുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നു. UK-ലെ 5 ഡോക്ടർമാരും ജോലി അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നതായി കണക്കുകൾ. ഇതിൽ തന്നെ 8 ഒരാൾ വീതം രാജ്യം വിട്ട് വിദേശത്തേക്ക് ജോലി തേടി പോകാനാണ് ആലോചിക്കുന്നതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ജനറൽ മെഡിക്കൽ കൗൺസിൽ കമ്മീഷൻ ചെയ്ത ഗവേഷണത്തിലാണ് ഈ കണ്ടെത്തൽ. ഡോക്ടർമാരെ പിടിച്ചു നിർത്താൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ആശുപത്രി വെയിറ്റിംഗ് ലിസ്റ്റുകൾ കുറയ്ക്കാനുള്ള പദ്ധതികൾ അപകടത്തിലാകുമെന്ന് GMC മുന്നറിയിപ്പ് നൽകുന്നു. മറ്റു രാജ്യങ്ങൾ ഡോക്ടർമാർക്ക് മെച്ചപ്പെട്ട പരിഗണന നൽകുന്നുവെന്നാണ് ഇവർ പറയുന്ന പ്രധാന കാരണം. മെച്ചപ്പെട്ട വരുമാനമാണ് രാജ്യം ഉപേക്ഷിക്കാനുള്ള കാരണമായി പറയുന്നത്. 2029 ജൂലൈ മാസത്തോടെ 92% രോഗികൾക്കും പതിവ് ആശുപത്രി ചികിത്സകൾ 18 ആഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം. എന്നാൽ ജോലിക്കാരെ പിടിച്ചു നിർത്താൻ പരാജയപ്പെടുന്നത് ഗവൺമെന്റിന്റെ ലക്ഷ്യങ്ങളും വെയിറ്റിംഗ് സമയം കുറച്ച് രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകാനുള്ള ശ്രമങ്ങൾക്കും ഭീഷണിയാണ്. GMC റിപ്പോർട്ടിൽ പറയുന്ന മുന്നറിയിപ്പാണിത്. NHS-ലെ റെസിഡന്റ് ഡോക്ടർമാർ അടുത്തിടെ നടത്തിയ 5 ദിവസ പണിമുടക്ക് വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തിടെ ശമ്പള വർധന ഉണ്ടായിരുന്നിട്ടും പണപ്പെരുപ്പം കണക്കിലെടുക്കുമ്പോൾ യഥാർത്ഥ വേതനത്തിൽ നിന്ന് 20% കുറവാണ് ഉണ്ടായിരുന്നതെന്ന് BMA പറയുന്നു. നിലവിൽ ജൂനിയർ ഡോക്ടർമാരുടെ പ്രാരംഭ ശമ്പളം 38,831 പൗണ്ടാണ്. പരിശീലനം ആരംഭിക്കുമ്പോൾ ഇത് 73,000 പൗണ്ടിൽ കൂടുതലാവും. ഇതിൽ വാരാന്ത്യ ഷിഫ്റ്റുകളിൽ നിന്നുള്ള അധിക വരുമാനവും ഉൾപ്പെടുന്നുണ്ട്. മെഡിക്കൽ ജീവനക്കാരിൽ പകുതിയോളം റെസിഡന്റ് ഡോക്ടർമാരാണ്. ബെൽഫാസ്റ്റിലേക്ക് പോവുകയായിരുന്ന ഒരു സ്വകാര്യ ജെറ്റ് അടിയന്തര ലാൻഡിംഗ് നടത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ബർമിംഗ്ഹാം വിമാനത്താവളം കുറച്ച് സമയത്തേക്ക് അടച്ചിടേണ്ടതായി വന്നു. വൈകിട്ട് 6 മണി വിമാനത്താവളം അടച്ചിട്ടത് ചുരുങ്ങിയത് 93 വിമാന സർവീസുകളെയും ബാധിച്ചു. ട്വിൻ എഞ്ചിൻ ബീച്ച് B200 സൂപ്പർ കിങ് വിമാനം യാത്രക്കിടെ ഉണ്ടായ ചില അടിയന്തര സാഹചര്യങ്ങൾ മൂലം താഴെ ഇറക്കിയതോടെ വിമാനത്താവളത്തിലെ എല്ലാ ലാൻഡിങ്ങുകളും ടേക്ക് ഓഫുകളും നിർത്തിവയ്ക്കുകയായിരുന്നു. സ്വകാര്യ ജെറ്റ് ഇറങ്ങിയത് മുതൽ വൈകിട്ട് 6 മണിക്ക് വിമാനത്താവളം വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നതുവരെ 48 ഡിപ്പാർച്ചറുകളും 45 അറൈവലുകളുമായിരുന്നു ഷെഡ്യൂൾ ചെയ്തത്. അതെല്ലാം റദ്ദായതോടെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് ദുരിതത്തിലായത്. ഇവിടേക്കെത്തിയ റെയിൻ എയർ ജെറ്റ് 2 വിമാനങ്ങൾ സ്റ്റാൻസ്റ്റൈഡ്, മാഞ്ചസ്റ്റർ, കിഴക്കൻ മിഡ്ലാൻഡ്സ് വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിട്ടു. സ്വകാര്യ ജെറ്റിലെത്തിയവരെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ ചികിത്സ നൽകി അയക്കുകയായിരുന്നു. ബ്രിട്ടന്റെ നാഷണൽ എമർജൻസി അലർട്ട് സിസ്റ്റത്തിന്റെ പരീക്ഷണത്തിന് ഇനി കഷ്ടിച്ച് 1 മാസം മാത്രം.
ദേശീയാടിസ്ഥാനത്തിലുള്ള എമർജൻസി അലർട്ട് സിസ്റ്റത്തിന്റെ രണ്ടാമത്തെ പരീക്ഷണമാണിത്. വരുന്ന സെപ്റ്റംബർ 7 ഞായറാഴ്ച 3 മണിയോടെയാണ് പരീക്ഷണം നടക്കുക. രാജ്യത്തെ മുഴുവൻ 4G, 5G നെറ്റ്വർക്കുകളിലൂടെ അലർട്ട് വരും. എല്ലാ ഫോണുകളും ഉച്ചത്തിലുള്ള സൈറൻ മുഴക്കുകയും വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യും. തുടർന്ന് ഈ അലർട്ട് ഒരു ഡ്രിൽ ആണെന്ന് വ്യക്തമാക്കുന്ന ഒരു ടെസ്റ്റ് സന്ദേശം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ഇത്തരത്തിലുള്ള രണ്ടാമത്തെ അലർട്ട് പരീക്ഷണമാണിത്. അലർട്ടുകൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്താനും ഇതുപോലെ ഈ സിസ്റ്റം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും സർക്കാരിനുള്ള പ്രതിബദ്ധത തെളിയിക്കുന്നതിനുമാണ് ഈ പരീക്ഷണം. ജപ്പാൻ, അമേരിക്ക എന്നിവ പോലുള്ള രാജ്യങ്ങളിലെ മുന്നറിയിപ്പ് രീതി അവലംബിച്ചിട്ടുള്ളതാണ് ഈ പരീക്ഷണവും. വലിയ കൊടുങ്കാറ്റ്, കാട്ടുതീ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഇത് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകും. 2025 ജനുവരിയിലെ കൊടുങ്കാറ്റ് സമയത്ത് സ്കോട്ട്ലാൻഡിലെയും നോർത്തേൺ അയർലൻഡിലെയും 4 ദശലക്ഷം പേർക്ക് ഈ സിസ്റ്റം വഴി മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. മാത്രമല്ല, രണ്ടാം ലോക മഹായുദ്ധകാലത്തെ പൊട്ടാത്ത ഒരു ബോംബ് കണ്ടെത്തിയതിനെ തുടർന്ന് പ്ലിമൌത്തിൽ 10,000-കണക്കിന് പ്രദേശവാസികളെ മണിക്കൂറുകൾക്കുള്ളിൽ ഒഴിപ്പിക്കാനും ഈ സിസ്റ്റം വഴിയുള്ള മുന്നറിയിപ്പിലൂടെ സാധിച്ചിരുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആറ്റം ബോംബ് കയ്യിലുണ്ടെന്ന് അടുത്തിടെ രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരുന്നു. അതാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇത്തരമൊരു ക്രമക്കേട് ആരോപണം ഈ വിധം മുൻപ് ആരും ഉന്നയിച്ചിട്ടില്ല. മുമ്പൊക്കെ വോട്ടിംഗ് മെഷീനെതിരെ ആരോപണം ഉയർന്നിരുന്നു. എങ്കിൽ ഇത്തവണ വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേടാണ് ഉന്നയിക്കപ്പെടുന്നത്. വിവിധ തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടെ BJP വലിയ വോട്ട് മോഷണം നടത്തിയെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. ഒരാൾക്കൊരു വോട്ട് എന്ന ഇന്ത്യൻ ഭരണ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന കാര്യം BJP വിദഗ്ധമായി തകർത്തെന്നും വ്യാപകമായ വ്യാജ വോട്ട് പരിപാടി നടത്തിയെന്നും ആരോപിച്ചു. ഇതുവരെ BJPക്കെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാത്തതും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവർ ജയിക്കുന്നതും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ നടത്തിയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കമ്മീഷൻ BJPയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുന്നെന്ന് കണക്കുകൾ വെച്ച് ആരോപണം ഉന്നയിച്ച രാഹുൽ, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ, ഒരു വോട്ടർ തന്നെ പലപ്പോഴായി എത്തുന്നു, ഇല്ലാത്ത വിലാസങ്ങളും ഒരു അഡ്രസ്സിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ആൾ വന്നതും ചൂണ്ടിക്കാട്ടി. കർണാടകയിൽ മഹാദേവ് എന്ന മണ്ഡലത്തെ എടുത്ത് 1 ലക്ഷത്തിൽ പരം വ്യാജ വോട്ടുകൾ വന്നിട്ടുണ്ടെന്നാണ് രാഹുലിന്റെ ആരോപണം. ഒരു മണ്ഡലത്തിൽ ഇത്ര ക്രമക്കേട് വന്നെങ്കിൽ ഇന്ത്യ മുഴുവൻ എത്ര ക്രമക്കേട് നടന്നിരിക്കുമെന്നും ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകണമെന്നും രാഹുൽജി പറഞ്ഞു. കിടപ്പാടം നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പുനർഗേഹം പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ വെച്ചു നൽകിയ 332 ഫ്ളാറ്റുകളുടെ താക്കോൽദാനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വീടുകൾ കടലെടുത്തതിനെ തുടർന്ന് കിടപ്പാടം നഷ്ടപ്പെട്ട സ്കൂളുകളുടെ വരാന്തകളിലും പൊട്ടിപ്പൊളിഞ്ഞ ഷെഡുകളിലും തുറമുഖത്തെ ഗോഡൌണുകളിലും വർഷങ്ങളോളം ദുരിതജീവിതം നയിച്ച മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് സുരക്ഷിത താമസ സ്ഥലങ്ങളിലേക്ക് എത്തിയത്. മുട്ടത്തറയിലുള്ള ക്ഷീരവികസന വകുപ്പിന്റെ 8 സ്ഥലത്ത് നിർമ്മിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പ്രത്യാശ ഫ്ളാറ്റുകളിൽ ഇനി ഇവർക്ക് ജീവിതകാലം കഴിച്ചുകൂട്ടാം. വൈദ്യുതി, പൈപ്പ് കണക്ഷനുകൾ ഉൾപ്പെടെ സജ്ജമാക്കി 81 കോടി രൂപ ചെലവിട്ട് 400 ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചത്. ഇതിൽ പൂർത്തിയായ ഫ്ളാറ്റുകളാണ് കൈമാറിയത്. ഫാത്തിമ ബീവി, ഐറിസ് സിൽവസ്റ്റർ, റോസ്ലി ജോൺ, അൽഫോൻസിയ അലക്സാണ്ടർ, ശാന്ത്ര മഹേഷ് എന്നിവർക്ക് താക്കോൽ കൈമാറിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്തത്. പറഞ്ഞതിലും നേരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഊരാളുങ്കൽ സൊസൈറ്റി അധികൃതരെയും മുഖ്യമന്ത്രി ഉപഹാരം നൽകി അനുമോദിച്ചു. ഇനി സ്പോർട്സ് വാർത്തകൾ. പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ പോർച്ചുഗീസ് ക്ലബായ റിയോ എവിനെതിരെ അൽ നസറിന് മിന്നും ജയം. എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് സൗദി ക്ലബ് അൽ നസറിന്റെ ജയം. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഹാട്രിക് നേട്ടവുമായി കളം നിറഞ്ഞു. പോർച്ചുഗലിലെ എസ്റ്റാഡിയോ ഡോ അൽഗാവയിൽ വ്യാഴാഴ്ച നടന്ന മത്സരത്തിൽ റൊണാൾഡോയ്ക്കൊപ്പം പുതിയ താരം ജാവോ ഫെലിക്സ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 2024-25 സീസണിൽ 25 ഗോളുകളുമായി സൗദി പ്രോ ലീഗിലെ ടോപ്പ് സ്കോററായതിന്റെ ആത്മവിശ്വാസത്തിൽ കളത്തിലിറങ്ങിയ റൊണാൾഡോ മത്സരത്തിലുടനീളം സജീവമായിരുന്നു. കളിയുടെ 15-ാം മിനിറ്റിൽ മുഹമ്മദ് സിമാഖാനിലൂടെയാണ് അൽ നസർ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. ജാവോ ഫെലിക്സിന്റെ ഹെഡറിലൂടെ ലഭിച്ച പന്ത് സിമാഖാൻ അനായാസം വലയിലെത്തിക്കുകയായിരുന്നു. 117.62 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.